നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവറും എസ്.പിയും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി പി.വി. അൻവർ. കേരള പോലീസിലെ ഒരു വിഭാഗത്തെ കുറ്റവാളികളാക്കി മാറ്റുന്നതിൽ നേതൃത്വം നൽകുന്നത് എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറാണെന്നും എം.എൽ.എ. എസ്.പിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചുമാറ്റിയതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പി.വി. അൻവർ എസ്.പി ക്യാമ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനും പി.വി. അൻവർ എം.എൽ.എയുമായി ഉടലെടുത്ത തർക്കമാണ് ഒടുവിൽ എ.ഡി.ജി.പിക്കെതിരായ ഗുരുതര ആരോപണമായി മാറിയത്. എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാർ ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്തി പണം കൈപ്പറ്റിയെന്നാണ് പി.വി. അൻവർ എം.എൽ.എയുടെ ആരോപണം. രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരു പ്രതി, ആ പ്രതിക്കെതിരെ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള പോലീസ് സീക്രട്ട് ആക്ട് എല്ലാം ഇട്ടുകൊണ്ട് അദ്ദേഹം താൽക്കാലികമായി തടിയുരാൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമം നടത്തി. മലപ്പുറം എസ്.പിയെയും അൻവർ രൂക്ഷമായി വിമർശിച്ചു. ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിച്ചെന്നും എസ്.പിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരമുറിച്ചു കടത്തിയെന്ന പരാതിയിൽ നടപടിയെടുക്കുന്നില്ലെന്നും അൻവർ പറഞ്ഞു. ഇതേതെങ്കിലും കാട്ടിലോ മലയിലോ ആണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം. ഈ പരാതിയിൽ പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് രാവിലെ വാതിൽ തുറന്നു നോക്കിയാൽ മലപ്പുറം എസ്.പി കാണുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനൊരു കളവ് നടന്നിട്ട് ഒരു അന്വേഷണം വേണ്ട. അവിടെ 2 മണിക്കൂറുകൾ കൊണ്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം അത് ചെയ്യാത്തത്? അപ്പോൾ ഇദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട്. ഈ കളവിന് കൂട്ടുനിന്നവനാണ് മലപ്പുറം എസ്.പി. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം. മരം മുറിച്ചുമാറ്റിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് എം.എൽ.എ. ക്യാമ്പ് ഹൗസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. മുറിച്ച മരങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെട്ട് എത്തിയ എം.എൽ.എയെ ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞിരുന്നു. നേരത്തെ പൊതുവേദിയിൽ എസ്.പിക്കെതിരെ പി.വി. അൻവർ എം.എൽ.എ. ആരോപണം ഉന്നയിച്ചത് വിവാദമായിരുന്നു. ഇടത് എം.എൽ.എ. തന്നെ എ.ഡി.ജി.പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് CPM-ലും അതൃപ്തിയുണ്ടാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം.